ഇവർ ഒരാളെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, ഒരേ ഒരു വ്യക്തിനെ. തിരുവനന്തപുരത്തുള്ള ഒരേ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തി ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് നേരത്തെ ഉയർന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഇവർക്കത് പിടിക്കുന്നില്ല, ഇവർക്കത് പിടിക്കുന്നേ ഇല്ല. ഇവർക്ക് പണ്ട് പോയിട്ട് അങ്ങനെയാണ്. ഒരു സമയത്ത് രഞ്ജു മാമിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ സൂര്യചേച്ചിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ എന്നെ പിടിക്കുന്നില്ലായിരുന്നു, അതേ ഞെട്ടി ഈ സമയത്ത്. എല്ലാവർക്കും നമസ്കാരം. ട്രാൻസ്ജെൻഡേഴ്സ് ഇവരെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവർക്കിടയിൽ ഇവർ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഇവർ തന്നെ ഇവരെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്നും വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വ്യക്തമാണ്. എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? സീമ വിനീത് എന്ന് പറയുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നുമാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. അവരുടെ ആ പ്രശ്നമുണ്ടാക്കിയ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം. ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ്. അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ്. സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് OMKV എന്ന് പറഞ്ഞുകൊണ്ട് സീമ വിനീത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പോസ്റ്റിനെ 100% സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ റീസൺ വേറൊന്നുമില്ല. കുട്ടി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു ട്രാൻസ് എന്ന് പറഞ്ഞ് വരുന്നത്? എനിക്കതിലോട്ട് വലിയ യോജിപ്പൊന്നുമില്ല. എങ്ങനെയാണ് ആ ഒരു സാധനം വർക്കൗട്ട് ആവുന്നതെന്നും അറിയില്ല. അതേ നിലപാട് തന്നെയാണ് സീമ വിനീതും ഇവിടെ പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സീമ വിനീതിന്റെ ഈ ഒരു അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ഉണ്ടാക്കിയ ഒരു വ്യക്തി എങ്ങനെ പിന്നെ ട്രാൻസായി മാറുന്നു എന്നുള്ള സാധനം വളരെ വ്യക്തമായിട്ട് എന്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അമയ പ്രസാദിന്റെ ഒരു വീഡിയോയും കൂടി എടുത്തു വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അമയ പ്രസാദ് അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഒരാണായിരുന്നു, കല്യാണം കഴിച്ച ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ ഭാര്യ എന്ന് കൂടെയില്ല, താൻ ഒരു ട്രാൻസായി മാറുന്നു. ഇന്ന് ആ കുട്ടിയും കൂടെയില്ല. കുട്ടിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛനായിരുന്ന വ്യക്തിയെ അമ്മയായി കാണാൻ ഒരിക്കലും ആ കുട്ടിക്ക് പറ്റത്തുമില്ല. അത് ഒരിക്കലും ഞാൻ ആ കുട്ടിയെ കുറ്റം പറയത്തുമില്ല. ആ കുട്ടിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എങ്ങനെയുടെ അച്ഛനായിരുന്ന ഒരു വ്യക്തി അമ്മയായിട്ട് കാണാൻ പറ്റും? എന്നാൽ അതേ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സീമ വിനീത് വന്നിട്ട് ഈ സാധനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എങ്ങനെ അടുത്ത് ട്രാൻസായി മാറുന്നു? ആ ഒരു സാധനത്തോട് സീമ വിനീതിനോടും ഞാൻ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അമയ പ്രസാദ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്നെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ? എന്തൊക്കെയാ ഈ പറയുന്ന? ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾ വളച്ചൊടിച്ച് എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഗുഡ് ഡിയർ, എല്ലാം ദൈവത്തിന് അറിയാം, അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമയ പ്രസാദ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ചെളിവാരി അടിക്കാനോ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ ഒന്നും അല്ല. എന്റെ നിലപാടുകളാണ് ഞാൻ പറഞ്ഞത്, എന്റെ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഒരിക്കലും കുട്ടി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാണായ വ്യക്തി എങ്ങനെ പിന്നെ ട്രാൻസ് ആവുന്നു? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള, അതും വളരെ പോപ്പുലർ ആയിട്ടുള്ള സീമ വിനീതിനെ പോലെയുള്ള ആള് തന്നെ മുന്നോട്ട് ഉന്നയിക്കുമ്പോൾ എന്നെ പോലെയുള്ള ഒരാൾ അതേ ചോദ്യം ചോദിച്ചതാണോ തെറ്റ്? എന്റെ ഒരു സംശയം ചോദിച്ചതാണോ തെറ്റ്? എനിക്ക് അവിടെ ഒരു തെറ്റുമായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അമയ പ്രസാദ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റും കൂടിയൊക്കെയാണ്. ഇവരുടെ പ്രൊഫൈൽ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം. എന്നാൽ പേഴ്സണലി ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ നിലപാടിൽ നിന്നും മാറുന്നില്ല. അതിന്റെ റീസൺ എനിക്കൊരു സംശയം തന്നെയാണ്. ആണായിരുന്നു, കൊച്ചിനെ ഉണ്ടാക്കി, അതിനുശേഷം എങ്ങനെ ട്രാൻസായി മാറി? എന്റെ ഒരു സംശയമായിട്ട് അങ്ങ് കൂട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെയാണ് ആ ഒരു നിലപാടിനെ യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സീമ വിനീതും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പിന്നെ എന്നെ പോലുള്ള ഒരു വ്യക്തി പുറത്തു നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് വലിയൊരു തെറ്റായിട്ടും ഞാൻ വ്യക്തിഹത്യ ചെയ്തതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയത്. എന്തായാലും അതും അവിടെ നിൽക്കട്ടെ. ഇനി ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റൊരു സ്ത്രീ അമയ പ്രസാദിനെ സപ്പോർട്ട് ചെയ്തും സീമ വിനീതിനെ എതിർത്തുകൊണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സീമ വിനീത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ യങ് ഹണി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ബിഗ് ബോസ് സീസൺ ആകുമ്പോൾ ബിഗ് ബോസും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അനൗൺസ്മെന്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ അടുത്ത് ബിഗ് ബോസ് തുടങ്ങാനുള്ള സീസൺ ആകുമ്പോഴേക്കും എല്ലായിടത്തും ഒരേ ആളുകൾ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലർ കാണുമ്പോൾ നമുക്ക് ചിരികൾ വരാം. ചിലർ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരേ പബ്ലിസിറ്റി ഒരേ പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ടുവന്നിട്ട് ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.
അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനൊരു കാര്യം പറഞ്ഞത്. അപ്പൊ അതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊരു ട്രാൻസ്മോണും ഇതേ ഒരു വേർഡ് പറഞ്ഞ് സംസാരിച്ച് അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തി. അപ്പൊ അതിനെ പബ്ലിക് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എതിർത്തു. അങ്ങനെ പ്രോബ്ലംസ് ആയി കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ 2 കല്യാണം കഴിച്ചവരെയാണ് പറഞ്ഞത്, അതിൽ കുട്ടികൾ ഉണ്ടാക്കിയവർ പറഞ്ഞു. അവരുടെ സ്റ്റാൻഡ് അഭിപ്രായം മാറ്റി. അപ്പൊ പിന്നെ ബിഗ് ബോസിനോട് പറയാനുള്ളത് പറഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെ ആരെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാൻസിനെ എടുക്കുന്നുണ്ടെങ്കിൽ അധികം ഫെയിം ആവാത്ത ഏതെങ്കിലും പാവങ്ങളേക്ക് വിളിച്ചിട്ട് അവസരം കൊടുക്കുക, ജീവിക്കാൻ മാർഗമാണ് ചോദിച്ചാൽ അഹങ്കാരം കാണിച്ച് ഓൾറെഡി അഹങ്കാരത്തിൽ തലയിലിരിക്കുന്നവരെ ഒന്നുകൂടെ അഹങ്കാരത്തിലേക്ക് എത്തിക്കാതിരിക്കുക. ഇവിടെ എനിഹനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമാ വിനീത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നൊരു വിവാദം ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും അതിനുള്ള ഉത്തരം സീമാ വിനീത് തന്നെ പറയുന്നുണ്ട്. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ പെട്ടി നിറയെ ഗ്ലിസറിനുമായി ബിഗ് ജോസിന്റെ വിളിയും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് വിളിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സീമാ വിനീത് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സീമാ വിനീത് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ ബിഗ് ബോസിൽ 2-3 വട്ടം വിളിച്ചിട്ടുണ്ട്, താൻ പോയിട്ടില്ല, പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ബിഗ് ബോസിൽ കയറാൻ താല്പര്യപ്പെടുന്നില്ല എന്നും സീമാ വിനീത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സീമാ വിനീത്. സീമാ വിനീതിനെ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കോൺടാക്റ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ വന്ന സ്ഥിതിക്ക് അടുത്ത എനിഹനി നേരെ ആരോപണങ്ങൾ തിരിച്ച് വേറൊരു രീതിയിലോട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. വ്യക്തിഹത്യ ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പിൽ സ്ഥാനത്തിലോട്ട് പോയിട്ടുണ്ട്. പേഴ്സണൽ റിവഞ്ച് തീർത്തതും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. ഒരു സമയത്ത് ഈ അമയ പ്രസാദും സീമാ വിനീതും എല്ലാവരും കമ്പനിയൊക്കെ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അറിയത്തില്ല, നമുക്ക് മുന്നോട്ട് നോക്കാം. എനിഹനി പറയുന്നത് കേട്ട് നോക്കാം. സീമാ വിനീത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണോ? എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവർ ഓൾറെഡി ഫേമസ് ആണ്, ബിഗ് ബോസിൽ കയറി ഫേമസ് ആവേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നതിന് റിപ്ലൈ എനിഹണി തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഒരാളെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, ഒരേ ഒരു വ്യക്തിയെ, തിരുവനന്തപുരത്തുള്ള ഒരേ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തി ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് നേരത്തെ ഉയർന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഇവർക്കത് പിടിക്കുന്നില്ല. ഇവർക്കത് ഇല്ല. ഇവർക്ക് പണ്ടുമായിട്ട് അങ്ങനെയാണ്. ഒരു സമയത്ത് രഞ്ജുമാമിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ സൂര്യചേച്ചിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ എന്നെ പിടിക്കുന്നില്ലായിരുന്നു. അതേ കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഇപ്പൊ അമയ പ്രസാദിനെ പിടിക്കുന്നില്ല. എന്താ സംഭവം പറയാ, അമയ പ്രസാദ് ഇപ്പൊ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമയ പ്രസാദ് സീരിയലുണ്ട്, സിനിമയുണ്ട്, അങ്ങനെ അതിന്റെ കുശുമ്പ് തന്നെയാണ് ഇവർ. എനിഹണി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമാ വിനീതിന് അമയ പ്രസാദിനോട് കുശുമ്പാണെന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് അതിൽ യോജിപ്പില്ല. എന്തിനാണ് സീമാ വിനീതിന് അമയ പ്രസാദിനോട് കുശുമ്പ് തോന്നേണ്ടത്? അതിന്റെ റീസൺ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ സീമാ വിനീത് ഓൾറെഡി ഫേമസ് ആണ്, അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇനി കയറി വരുന്ന അമയ പ്രസാദിന്റെ അടുത്ത് അസൂയ തോന്നണമെന്ന് പറയുന്നത് ലോജിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് മാത്രം അവർ ദുഷ്ടയാണെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു സമയത്ത് കൂട്ടായിരുന്ന 2 വ്യക്തികളുണ്ട്, അത് സീമാ വിനീതും അനുരാധയുമാണ്. ഇവർ തമ്മിൽ നല്ലൊരു കൂട്ടായിരുന്നു. ഇന്ന് സീമാ വിനീതിനെതിരെ അനുരാധ മുന്നോട്ട് സംസാരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. സീമാ വിനീത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും. ഓഫ് കോഴ്സ് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് അമ്മയും മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു അവരുടെ. ഒരു അമയ പ്രസാദ് എന്ന് പറയുന്ന ഒരാളെയാണ് എനിക്ക് തോന്നിയത്. അമയനെ പറയുന്നതും ഈ ഉപദ്രവിക്കുന്നത് ഒരാളെ മാനസികമായിട്ടിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കമ്മ്യൂണിറ്റിയിലേക്ക് അമ്മ മക്കൾ ബന്ധമുണ്ട്. അങ്ങനെ അപ്പോ സീമാ വിനീതും അമ്മയും തമ്മിൽ അമ്മ മകൾ ബന്ധമായിരുന്നു. അമ്മ റീത്ത് പ്രകാരമല്ല, അതായത് അക്സെപ്റ്റ് ചെയ്ത അമ്മയല്ല. ലെച്ച എന്ന് പറയുന്ന ഒരു സാധനം, അതായത് സർജറി കഴിഞ്ഞിട്ട് കെട്ടുന്ന ഒരു സാധനമാണ് ലെച്ച. ആ ലെച്ച കെട്ടുന്ന ആരാണ് ആ ഒരു വർഷം, അങ്ങനെയാണ് ആ കൾച്ചർ. ഞങ്ങൾക്ക് ഒരു കൾച്ചർ പണ്ട് മുതലേ ഹിജഡ കൾച്ചർ നിലനിന്ന് വരുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു കൾച്ചർ ഉണ്ട്, ലെഡ്ജ കൾച്ചർ എന്നാണ് ആ കൾച്ചറിന്റെ പേര്. അതായത് ഇവർക്ക് എന്തോ ചടങ്ങും കാര്യങ്ങളും കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം അവർ അമ്മയും മകളും എന്നുള്ളൊരു റിലേഷനിലായിരിക്കും. അങ്ങനെ അമ്മയും മകളും റിലേഷനിലായിരുന്ന 2 വ്യക്തികളാണ് അമയ പ്രസാദും സീമാ വിനീതും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ സ്ഥിതിക്ക് ഇന്ന് അവർ പരസ്പരം അടിവെക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും സീമാ വിനീത് പറഞ്ഞ ആ നിലപാടിനോട് പൂർണ്ണമായും യോജിച്ച് നിൽക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതേ ചോദ്യം ചോദിക്കാനുണ്ട്. ഇതിന്റെ ഇടയിൽ മറ്റൊരു സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ട് അടിവെക്കുന്നു എന്നുള്ളൊരു വാസ്തവം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എനിഹണി പറയുന്ന ബാക്കി കേട്ട് നോക്കാം. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് എനിഹണി വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇല്ല, ഇപ്പൊ ട്രാൻസിൽ തന്നെ വേറെയും ആളുകൾ ഇതുപോലെ സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്. ഒരാള് പോലും സംസാരിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകുമെന്നുള്ള പേടി കൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തിനാ പേടിക്കുന്നത്? ഇവരൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിന് തിരിച്ച് മറുപടി പറയാനുള്ള റൈറ്റ്സ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് പറയരുതായിരുന്നു അത് പറയരുതായിരുന്നു എന്നാ പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഫേസ് ചെയ്തായിരുന്നല്ലോ. അതുപോലെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തൊരു പറയരുത്.
മനസ്സിലായി? കുലസ്ത്രീ കളിച്ചിരിക്കുന്നുണ്ട്, കുലസ്ത്രീ കളിച്ചിരിക്കുക. ഈ കുലസ്ത്രീ ആകുന്നതിന് മുന്നേയുള്ള ചരിത്രങ്ങൾ കമ്മ്യൂണിറ്റിക്ക് അറിയാന്നുള്ള കാര്യം ഇവർ മറന്നുപോയി. കുലസ്ത്രീ കളിച്ചിട്ട് പബ്ലിക്കിന്റെ അടുത്ത് പോയാൽ മതിയായിരുന്നു. കമ്മ്യൂണിറ്റിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കമ്മ്യൂണിറ്റി വലിച്ചു വാരി എറിയും. അവര് വലിച്ചു വാരി പഴയ അവർക്ക് ചിലപ്പോ അവർക്ക് ഇവരെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല, അവരുടെ രീതികളും അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ഭാഷയിൽ വളരെ മോശമായി തന്നെ പ്രതികരിക്കും. ഏൻഹണി പറയുന്ന ഈ നിലപാടിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏൻഹണി ഇവിടെ പറയുന്നു ഇവർ കുലസ്ത്രീ കളിച്ചാണ് ഇരിക്കുന്നത്. ആര്? സീമാ വിനീത്. അതെന്തുകൊണ്ടാ കുലസ്ത്രീ കളിച്ചിരിക്കുന്ന? അവര് കുലസ്ത്രീ ആ ലെവലിൽ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അത് നല്ലോണം ഡ്രസ് ചെയ്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതും അവരുടെ ഇഷ്ടമാണ്. ഇനി ഏൻഹണി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു പൂർവ്വകാല ചരിത്രം ഉണ്ടായിരുന്നു, അത് മറക്കരുത്, അത് എല്ലാവർക്കും അറിയാമെന്നുള്ള രീതിയിൽ. അവരുടെ പൂർവ്വകാല ചരിത്രം അവർ തന്നെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിട്ടെറിഞ്ഞ് അവർ നല്ലൊരു ജീവിതം മുന്നോട്ട് ജീവിച്ചു തുടങ്ങി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റി ആയിട്ട് കണ്ട് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഇനി അവർക്കെതിരെ മറ്റൊരു ആയുധവും ഇല്ലെന്ന് കാണുമ്പോൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അവരെ മോശം സ്ത്രീയായി പ്രഖ്യാപിക്കാനും മോശം രീതിയിൽ ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ നാറിയ വർത്തമാനങ്ങൾ പറയാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒന്നാമതെ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടുള്ള ഒരു കേസാണ്. അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പരസ്പരം അടിയും വഴക്കും ഉണ്ടാക്കി ചെളിവാരി എറിയുമ്പോൾ നാളെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കൂടുതൽ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളൊരു വാസ്തവം കൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.